ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരായ യുവാവിന്റെ പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി അഭിഭാഷകൻ കോടതിയിൽ. 2012-ൽ പീഡനം നടന്നതായി പറയുന്ന ബംഗളൂരുവിലെ ഹോട്ടൽ ആരംഭിച്ചത് 2015-ലെന്ന് രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി ഇന്നലെയാണ് രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2012-ൽ സംവിധായകൻ രഞ്ജിത്ത് തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന മാങ്കാവ് സ്വദേശിയുടെ പരാതിയിന്മേലാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 30 ദിവസത്തേക്ക് 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് കോടതി ഉത്തരവ്. പരാതി കെട്ടിച്ചമച്ചതാണെന്നും പീഡനം നടന്നുവെന്നാരോപിക്കപ്പെടുന്ന ബാംഗ്ലൂരിലെ ഹോട്ടൽ 2015-ലാണ് ഉദ്ഘാടനം ചെയ്തതെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 2012-ൽ ഇവിടെ വെച്ച് പീഡനം നടന്നുവെന്ന ആരോപണം ശരിയല്ല. പരാതിക്കാരൻ്റെ വാദഗതികൾ പൊള്ളയാണെന്നും അവ കോടതിയിൽ തെളിയിക്കാനുള്ള തെളിവുകളുണ്ടെന്നും രഞ്ജിത്തിന്റെ അഭിഭാഷകൻ MS സജി പറഞ്ഞു. ഈ യുവാവ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം 1% പോലും കഴമ്പില്ലാത്തതാണ്, അടിസ്ഥാനമില്ലാത്തതാണ്. അത് നമുക്ക് നീതിന്യായ കോടതിയിൽ കൃത്യമായി തെളിയിക്കുവാനുള്ള എല്ലാ വസ്തുതകളും നമ്മുടെ കൈവശമുണ്ട്. അത് ജാമ്യം തന്ന കോടതിക്ക് തന്നെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മാങ്കാവ് സ്വദേശി സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലും യുവാവ് മൊഴി നൽകി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. കേസിന്റെ തുടർ നടപടികൾ ബാംഗ്ലൂരിൽ വെച്ചായിരിക്കും നടക്കുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.